وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 60-ാമത്തെ ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോടൊപ്പം സിനാ മരുഭൂമിയിൽ താമസിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് വരുന്ന തന്റെ അനുയായികൾക്ക് കുടിക്കുവാനും മറ്റുമൊക്കെയായിക്കൊണ്ട് ആ മരുഭൂമിയിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് വെള്ളത്തിന് അപേക്ഷിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിയോട് തന്റെ വടികൊണ്ട് അവിടെയുള്ള ഒരു പാറക്കല്ലിന്മേൽ അടിക്കുവാൻ കൽപ്പിക്കുകയും അങ്ങനെ ആ പാറക്കല്ലിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടിയൊഴുകുകയും ചെയ്തു. മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ ഗോത്രക്കാർക്കും അവർക്ക് ആവശ്യമായ വെള്ളം എടുത്തുകൊണ്ടു പോകുവാൻ, ആ വെള്ളം കൊണ്ടുപോകുവാൻ കഴിയുന്ന രൂപത്തിൽ ഓരോ ഗോത്രത്തിനും 12 നീരുറവകളിൽ നിന്നായി ഓരോ സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ സഹോദരങ്ങളെ, ഈ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് വലാ തഗ്സൗ ഫിൽ അർളി മുഫ്സിദീൻ, നാശകാരികളായിക്കൊണ്ട്, അതായത് ഫസാദ് ഉണ്ടാക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കരുത് എന്നാണ്. ഈ ഭാഗമാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കാനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നവരായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന ഒരു പദമാണ് ഫസാദ്. അതുകൊണ്ട് തന്നെ താത്വികമായി എന്താണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. നശീകരണമെന്നും താറുമാറാക്കലെന്നും കുഴപ്പമെന്നുമൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ് ഫസാദ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, സാങ്കേതികമായി ഫസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപകാരപ്രദമായ ഒരു വസ്തുവിന്റെ ഉപകാരത്തെ തനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപദ്രവകരമാക്കി മാറ്റലാണ് ഫസാദ്. അതായത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരമാക്കി സൃഷ്ടിച്ച ഒന്നിനെ അതിനെ ജനങ്ങൾക്ക് ഉപദ്രവമുള്ളതാക്കി മാറ്റുകയാണ് ഫസാദ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു അവന്റെ ഖൈറും ഫളലുമൊക്കെ ഈ ഭൂമിയിൽ ചൊരിഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂമിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുസ്സിലത്തിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു ഭൂമിയെ കുറിച്ച് പറഞ്ഞത് വബാറക ഫീഹാ എന്നാണ്, അതിൽ ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഭൂമി എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ ഭൂമിയിലുള്ളത്. അങ്ങനെയുള്ള ഈ ഭൂമിയിലുള്ള ഉപകാരത്തെ അത് ഉപദ്രവമായി മാറ്റൽ ഫസാദ് ഉണ്ടാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫസാദ് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ്, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണമാണ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്ത് റൂമിലെ 41-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച ഈ ഭൂമിയിൽ ഫസാദ് വെളിപ്പെടാൻ കാരണം അതിന്റെ പുറകിലെല്ലാം മനുഷ്യന്മാരുടെ കൈകൾ പ്രവർത്തിച്ചു എന്നതാണ് ഈ ഭൂമിയിൽ ഫസാദ് വെളിപ്പെടാൻ കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. പണ്ഡിതന്മാർ പറയുകയാണ്, ഈ ഫസാദ് അത് 2 തലത്തിലുണ്ട് എന്നാണ്. ഒന്ന് ആത്മീയതയുടെ തലമാണ് എങ്കിൽ രണ്ടാമത്തേത് അത് ഭൗതിക തലമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ പ്രവാചകന്മാർ കൊണ്ടുവന്ന് ജനങ്ങളെ പഠിപ്പിച്ചു നന്നാക്കിയെടുത്ത ഒരു വിശ്വാസമുണ്ട്, ആദർശമുണ്ട്. ആ വിശ്വാസത്തെയും ആദർശത്തെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കേടുവരുത്തുന്ന ആളുകൾ
അവർ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കേടുവരുത്തിക്കൊണ്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലേക്ക് കടന്നു വന്ന അംബിയാ മുർസലീങ്ങൾ, അവരുടെ ജീവിതചര്യകൾ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവർ കൊണ്ടുവന്നു പഠിപ്പിച്ചു തന്ന മതവിശ്വാസത്തെയും കർമ്മരംഗത്തെയും കേടുവരുത്തുന്ന ആളുകൾ, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ് സഹോദരങ്ങളെ. ഇന്ന് ലോകത്ത് പല പ്രദേശങ്ങളിലും കലാപവും നശീകരണവും വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലും ഫിത്നയും ഫസാദും ഉണ്ടാക്കി നടക്കുന്നവർ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഫസാദുകൾ ഉണ്ടാക്കുന്ന ആളുകളോട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദുരഭിമാനം അത് അംഗീകരിക്കാൻ സമ്മതിക്കുകയില്ല. അവരുടെ അതേ പഴയ നിലപാടിൽ തന്നെ, അവരുടെ അതേ ആ പാപത്തിൽ തന്നെ പിടിച്ചു നിർത്തുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളെ കുറിച്ച് സൂറത്തുൽ ബഖറയിലെ 206 ആയത്തിലൂടെ പറയുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് തുടച്ചു മാറ്റിക്കൊണ്ട് ഏതെല്ലാം മേഖലകളിലാണ് ഇന്ന് ജനങ്ങൾ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സ്വന്തം ശരീരത്തിൽ മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹം മാത്രം മതി സഹോദരങ്ങളെ. ഈ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്ത് നോക്കുവാൻ വേണ്ടി ആ ഒരു അനുഗ്രഹം മാത്രം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ, നമ്മൾ ഈ അനുഗ്രഹങ്ങൾ ഓരോന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാവും മൂക്കും കണ്ണും കാതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ. ഈ അവയവങ്ങളെല്ലാം ഒരു മനുഷ്യന് ശരിയായ രൂപത്തിൽ ഉപയോഗിക്കേണ്ട ധർമ്മം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ആ അനുഗ്രഹത്തെ ഒരാൾ സ്വന്തത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപദ്രവകരമാക്കുകയാണ് എങ്കിൽ അതാണ് സഹോദരങ്ങളെ ഫസാദ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസാദിനെ കുറിച്ച് വളരെ ഗൗരവത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ താക്കീത് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരമാക്കി സൃഷ്ടിച്ച, ഉപകാരമാക്കിക്കൊണ്ട് മനുഷ്യന് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ അത് ഒരിക്കലും ജനങ്ങൾക്ക് ഉപദ്രവമുള്ളതാക്കി മാറ്റരുത് എന്നാണ്. നിങ്ങൾ ഫസാദ് ചെയ്യുന്നവരിൽ അകപ്പെടരുത് എന്ന അള്ളാഹുവിന്റെ താക്കീതിന്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. ബനൂ ഇസ്രായേലിയർക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യത്യസ്ത ആയത്തുകളിലൂടെ ഈ വിഷയങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ആ അനുഗ്രഹങ്ങളെല്ലാം എടുത്തു പറഞ്ഞ ശേഷം ഭൂമിയിൽ നിങ്ങൾ അഹങ്കാരവും ഔന്നത്യവും കാണിക്കരുത് എന്ന താല്പര്യത്തോടെ ബനൂ ഇസ്രായേലിനെ ഉപദേശിക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ 60 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുകയാണ്, വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നാശകാരികളായിക്കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കരുതാണ്, കുഴപ്പം ഫസാദ് ഉണ്ടാക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 60 ആയത്തിന്റെ വിശദീകരണമായി ഇവിടെ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.